ഹായ് എവ്രിവൺ. നമ്മുടെ ഇന്നത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത് റൈഫൈസൻ സൊസൈറ്റിക്കും അതുപോലെ തന്നെ ഷേർസ് ഡെലിഷ് ബാങ്ക് അതിന് പുറമെ ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഡോക്ടർ ഹാസ് അദ്ദേഹമാണ്. ഡോക്ടർ ഹാസ് എന്ന് പറയുന്ന വ്യക്തി റൈഫൈസൻ ഓർഗനൈസേഷനിലെ ഒരു ആക്റ്റീവ് ഫെല്ലോ വർക്കറായിരുന്നു. റൈഫൈസൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഐഡിയോളജീസിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലെ ഒരു ആക്റ്റീവ് വർക്കറായിരുന്നു ഡോക്ടർ ഹാസ് എന്നുള്ളത്. പക്ഷേ പിന്നീട് റൈഫൈസൻ കൂടുതൽ എംഫസൈസ് റിലീജിയന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചു പേരുടെ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിലീഫുകളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ നീതി പുലർത്തുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ഹാസിനെ ആ ഒരു റൈഫൈസൻ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു, റൈഫൈസൻ ഓർഗനൈസേഷനിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് സൊസൈറ്റി കൊണ്ടുവരികയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തു. പൊതുവെ നമ്മൾ പറയാറുണ്ട് ഒന്നെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയിരിക്കും, അതായത് ബാങ്കിങ്, അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആയിരിക്കും, ദാറ്റ് മീൻസ് ട്രേഡിംഗ്. പക്ഷേ ഡോക്ടർ ഹാസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് അത് ബോത്ത് ട്രേഡിംഗ് ആൻഡ് ബാങ്കിങ് രണ്ടിൻ്റെയും ഒരു കമ്പൈൻഡ് ഫോം ആയിരുന്നു. ട്രേഡിംഗ് ആണെങ്കിലും അതേപോലെ ബാങ്കിങ് ആണെങ്കിലും ഈ രണ്ട് ഏരിയാസിലും അദ്ദേഹം കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഈ ഒരു ബാങ്കിങ് ആസ് വെൽ ആസ് ട്രേഡിംഗ് ഈ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹം റൈഫൈസൻ അതുപോലെ തന്നെ ഷേർസ് ഡെലിഷ് ബാങ്ക് ഈ രണ്ട് സിസ്റ്റത്തിന്റെയും, റൈഫൈസൻ സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ ഷേർസ് ഡെലിഷ് ബാങ്ക് ആ ഒരു സിസ്റ്റത്തിന്റെയും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും നല്ല വശങ്ങളെ യുണൈറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും പോസിറ്റീവ് സൈഡ്സിനെ ഏറ്റെടുത്ത് അത് രണ്ടും കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ രണ്ടിന്റെയും നല്ല വശങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതായത് റൈഫൈസൻ സൊസൈറ്റിയുടെയും ഷേർസ് ബാങ്കിന്റെയും പോസിറ്റീവ് സൈഡുകളെ ഉൾക്കൊണ്ടാണ് നമ്മുടെ ഡോക്ടർ ഹാസ് മൂന്നാമതൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന് തുടക്കമിട്ടിട്ടുള്ളത്. ദെൻ ട്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിങ് ആണെങ്കിലും ഇതിന്റെ രണ്ടിനും ഒരു സെൻട്രൽ യൂണിറ്റ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ബാങ്കിങ് സിസ്റ്റത്തിന് ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നു, അതേപോലെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിന് അതായത് ട്രേഡിംഗ് യൂണിറ്റ്സിന് ഒരു സെൻട്രൽ യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെൻട്രൽ യൂണിറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിൻ്റെ അണ്ടറിൽ വരുന്ന ബാക്കിയുള്ള യൂണിറ്റ്സുകളെ, ബാക്കി ബാങ്കിങ് സിസ്റ്റത്തിനാണെങ്കിലും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനാണെങ്കിലും ഗൈഡ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്നുള്ള രീതിയിലായിരുന്നു. ദെൻ ഡോക്ടർ ഹാസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഷെയറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതേപോലെ ഇവിടുത്തെ ലാബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് 100 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ട്വൈസ് ഓർ ത്രൈസ്, അതായത് 100ന്റെ 2 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ്, 200 300 അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി രൂപ വരെ നമുക്ക് ലാബിലിറ്റി ഉണ്ട്, ബാധ്യത വരുന്നുണ്ട് മെമ്പോസിന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ ഹാസിന്റെ ഈ ഒരു ന്യൂ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഡോക്ടർ ഹാസ് അദ്ദേഹം റൈഫൈസൻ ഓർഗനൈസേഷനിലെ ഒരു ആക്റ്റീവ് ഫെല്ലോ വർക്കറായിരുന്നു. പക്ഷേ റൈഫൈസൻ കൂടുതലായിട്ട് റിലീജിയസ് ആയിട്ട് എംഫസൈസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലിലാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്നതും പിന്നീട് സെപ്പറേറ്റ് ഒരു സൊസൈറ്റി കൊണ്ടുവന്നതും. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള സെപ്പറേറ്റ് സൊസൈറ്റി ബോത്ത് ട്രേഡിംഗ് ആൻഡ് ബാങ്കിങ് ആ രണ്ട് കോൺസെപ്റ്റ്സും കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അതേപോലെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന് അല്ലെങ്കിൽ ഈ ഒരു ന്യൂ സിസ്റ്റത്തിന് റൈഫൈസൻ അതേപോലെ ഷെർസ് ഈ രണ്ട് സിസ്റ്റത്തിന്റെ നല്ല വശങ്ങൾ ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് അതിനൊരു സെൻട്രൽ യൂണിറ്റ് ഉണ്ട്, അതേപോലെ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ലാബിലിറ്റിയുടെ കേസ് പറയുമ്പോൾ അവിടെ ട്വൈസ് ഓർ ത്രൈസ്, 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി, നമ്മൾ ഒരു ഷെയർ ഹോൾഡർ എത്രയാണ് വാല്യൂ ഷെയർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അതിന്റെ 2 അല്ലെങ്കിൽ 3 മടങ്ങാണ് അദ്ദേഹത്തിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ദ വേൾഡ് വാർ. വേൾഡ് വാറും ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളും എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാണ് ഇനി പറയാൻ പോണത്. അതില്
1914 നമ്മുടെ ആദ്യത്തെ വേൾഡ് വാർ ഉണ്ടാവുന്നത്. ആദ്യത്തെ ലോകമഹായുദ്ധം സംഭവിക്കുന്നത് 1914 ആ ഒരു വേൾഡ് വാർ യൂറോപ്യൻ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇൻഫ്ലേഷൻ വളരെ രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഒരു ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്തു. ജർമ്മനിയുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഈ വാർ കാരണം ജർമ്മനിയിലും ഉണ്ടായിട്ടുണ്ട്. ദെൻ 1939 രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുന്നത്. ദെൻ അത് 1945 വരെ നീണ്ടു നിന്നു. ഒരു ലോങ് പീരീഡ് ആയിരുന്നു. 39 ഉണ്ടായത് 45, അത്രയും ഒരു ലോങ് പീരീഡിലാണ് അത് എൻഡ് ചെയ്തിട്ടുള്ളത്. അത്രയും കാലം അത് നീണ്ടു നിന്നു. അത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ വളരെ കാര്യമായിട്ട് തന്നെ എഫക്ട് ചെയ്തു. സോ ഇത്തരത്തില് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നോട്ട് വന്നു. ദെൻ 1945 ജർമ്മനി എന്ത് ചെയ്തു? വേൾഡ് വാറിനെ ഡിഫീറ്റ് ചെയ്തു. അതിനെ ഓവർകം ചെയ്തു. വേൾഡ് വാറിനെ അതിൻ്റെ ഒരു എഫക്റ്റിനെയും 1945 ജർമ്മനി ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ആ ഒരു വേൾഡ് വാറിന് ശേഷം ജർമ്മനി രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. അതിൽ ആദ്യത്തെ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ദെൻ ദ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ആ ഒരു 1945 വേൾഡ് വാറിനെ അവർ ഡിഫീറ്റ് ചെയ്തു. അതിനെ ഓവർകം ചെയ്തു വരുന്ന ഒരു പീരീഡിൽ അവിടെ രണ്ടായിട്ട് ജർമ്മനി വിഭജിക്കപ്പെട്ടു. ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും അതേപോലെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ഈ രണ്ട് കൺട്രീസിലും, അതായത് GDR ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും അതുപോലെ തന്നെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, ഈ രണ്ട് കൺട്രീസിലും കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ വീണ്ടും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു. 1991 അത് എന്ത് ചെയ്തു? ഈ രണ്ട് കൺട്രീസും അതൊരു യൂണിയൻ, അതായത് യുണൈറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞത് ജർമ്മനിയിൽ വേൾഡ് വാറിന്റെ ഒരു എഫക്റ്റ് എങ്ങനെയായിരുന്നു, വേൾഡ് വാർ ജർമ്മനിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു 1914 ആദ്യത്തെ വേൾഡ് വാർ ഉണ്ടാവുന്നത്. അത് വളരെ കാര്യമായിട്ട്, അതായത് ഒരു ഗ്രേറ്റ് ഇൻഫ്ലേഷൻ യൂറോപ്പിൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ജർമ്മനിയിൽ ഇത്തരത്തില് വാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിരുന്നു. ആ ഒരു പീരീഡിലാണ് 1939 വീണ്ടും സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. അതൊരു ലോങ് പീരീഡിൽ, ഒരു ദീർഘകാലം ഉണ്ടായിരുന്നു. 1945 അത് എൻഡ് ചെയ്യുന്നത്. സോ അത് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സുകളെ കാര്യമായിട്ട് ബാധിച്ചു, സാരമായിട്ട് ബാധിച്ചു. ദെൻ അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജർമ്മനിയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. ദെൻ 1945 ഈ വേൾഡ് വാറിന്റെ ഒരു എഫക്റ്റിന് അല്ലെങ്കിൽ വേൾഡ് വാറിനെ ഡിഫീറ്റ് ചെയ്യാണ് ജർമ്മനി. ദെൻ പിന്നീട് ആ ഒരു ജർമ്മനിയിലെ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രണ്ടായിട്ട് ജർമ്മനി വിഭജിക്കപ്പെടുകയാണ്. ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും അതുപോലെ തന്നെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ദെൻ അത് റീയുണൈറ്റ് ചെയ്യുന്നത് 1991. പിന്നെ നമ്മൾ പറയുന്നത് ഈ GDR, അതായത് ജർമ്മൻ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്, അവിടെ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ കോപ്പറേറ്റീവ് ഫാംസ് ഉണ്ട്, അതേപോലെ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ട്, കൺസ്യൂമർ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ ജർമ്മനിയിലെ ജർമ്മൻ ഡെമോക്രാറ്റ് റിപ്പബ്ലിക് GDR അവിടെ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്, കോപ്പറേറ്റീവ് ഫാംസും കൺസ്യൂമർ സ്റ്റോഴ്സും, അതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയാണ് കോപ്പറേറ്റീവ് ഫാംസ് എന്നുള്ളത്. കോപ്പറേറ്റീവ് ഫാംസുകൾ ഇത്തരത്തിലെ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് ആ ഒരു കൺട്രി ഫോർമേറ്റ് ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനടുത്ത് തന്നെ വന്നിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് ഫാംസ്. അതായത് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഗവൺമെന്റ് എന്ത് ചെയ്തു? അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് ലാൻഡ് പിടിച്ചെടുത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതായത് വലിയ വലിയ മുതലാളി അല്ലെങ്കിൽ കുത്തക മുതലാളിമാരിൽ നിന്നും ജന്മികളിൽ നിന്നൊക്കെ ഭൂമി പിടിച്ചെടുത്ത് സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് എന്ത് ചെയ്യാണ്? കൈമാറുകയാണ്. അതിന്റെ ഒറിജിനൽ ഓണേഴ്സിന് അതിനവർ കോമ്പൻസേഷൻ ഒന്നും കൊടുത്തില്ല. അതാണ് അവരുടെ ആദ്യത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ജർമ്മനി അത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് വേൾഡ് വാറിന് ശേഷം. ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും ദെൻ ഫെഡറൽ യൂണിയൻ ഓഫ് ജർമ്മനി എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്.
അതിൽ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു കൺട്രി ഫോർമേറ്റ് ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ്, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്, അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വലിയ വലിയ ലാൻഡ് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണ കർഷകർക്ക് കൈമാറി. പക്ഷേ ഒറിജിനൽ ഓണേഴ്സിന് അവരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തതിന് കോമ്പൻസേഷൻസ് ഒന്നും കൊടുത്തില്ല. അതാണ് ആദ്യത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഫാർമേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഭൂമി, ഈ ലാൻഡ് ഒക്കെ ദേ പൂളിംഗ് ടുഗദർ, അതെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അവർ കോപ്പറേറ്റീവ് ഫാംസിന് രൂപം കൊടുത്തു. സോ ഇത്തരത്തിൽ അവർക്ക് ഒരുപാട് ഫാർമേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഭൂമി ഒന്നിച്ചു കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കോപ്പറേറ്റീവ് ഫാം എന്നുള്ളത് ദാറ്റ് വർ ബിഗ്ഗർ ഇൻ സൈസ്, വളരെ ലാർജ് ആയിരുന്നു. Then the average size of the cooperative farm was 714 hectares. 1972 ഒരു സ്റ്റാറ്റിസ്റ്റിക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് ഫാമിൻ്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത് 714 ഹെക്ടേഴ്സ് ആയിരുന്നു. ദെൻ അവിടെ ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാ ഫാർമേഴ്സും ഒന്നിച്ചു, അതായത് 3-4 കോപ്പറേറ്റീവ് ഫാംസ് ഒക്കെ ജോയിന്റ്ലി ഒന്നിച്ചു ചേർന്ന് വലിയ വലിയ എക്യുപ്മെന്റ്സ് എടുത്തു. അപ്പോൾ അവർക്കത് ഒന്നിച്ച് യൂസ് ചെയ്യാം. വലിയ എക്യുപ്മെന്റ് എടുക്കുമ്പോൾ അതിന്റെ വാടക അല്ലെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസസ് അതൊക്കെ അവർ ഷെയർ ചെയ്ത് നല്ല ജോയിന്റ്ലി എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു കോപ്പറേറ്റീവ് ആയിട്ട് അതെല്ലാം യൂസ് ചെയ്തു. ദെൻ പെസ്റ്റ് കൺട്രോൾ മെക്കാനിസംസ്, അതായത് കർഷകരാണ് കീടനാശിനികളൊക്കെ ഒരു 15 അല്ലെങ്കിൽ 20 ഫാമുകളൊക്കെ ഒന്നിച്ചു ചേർന്ന് ജോയിന്റ് ആയിട്ട് അവർ അത്തരത്തിൽ പെസ്റ്റ് കൺട്രോൾ മെക്കാനിസംസ് അങ്ങനെ യൂസ് ചെയ്തു. ദെൻ സം ഫാംസ് were also specializing in certain type of cultivation. ചില ഫാമുകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ മാത്രം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാർഷിക വിള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൾട്ടിവേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലായിരുന്നു അവിടുത്തെ കോപ്പറേറ്റീവ് സ്റ്റോറുകളുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ദെൻ ഈ ഫാമിലെ വർക്ക് ചെയ്യാൻ ഏത് മെമ്പേഴ്സിന് വേണമെങ്കിൽ അവിടുത്തെ മെമ്പർഷിപ്പ് ഓപ്പൺ ആയിരുന്നു. ആർക്ക് വേണമെങ്കിൽ ആ ഫാമിലെ മെമ്പേഴ്സ് ആവാം, അവിടെ വർക്ക് ചെയ്യാം. മന്ത്ലി അവർക്ക് വേജസ് കിട്ടിക്കൊണ്ടിരുന്നു. അതിനു പുറമെ ആ ഫാം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ബോണസ് ആയിട്ടും അവിടുത്തെ മെമ്പേഴ്സിന്, അവിടുത്തെ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ ഏതെങ്കിലും ഒരു റിലീജിയന്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളുടെ ബേസിസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഒന്നും ആയിരുന്നില്ല മെമ്പർഷിപ്പ്. ദാറ്റ് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു. ആർക്ക് വേണമെങ്കിൽ വളണ്ടറിലി അവിടെ വരാം, ജോയിൻ ചെയ്യാം, ഫാമിൽ വർക്ക് ചെയ്യാം, മന്ത്ലി വേജസ് ഏൺ ചെയ്യാം, അതിന് പുറമെ ഇൻ അഡീഷൻ ടു ദാറ്റ് ബോണസ് ഏൺ ചെയ്യാം, അങ്ങനെയായിരുന്നു. ദെൻ ആ ഒരു ഫാമിൻ്റെ, അതായത് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ഫാംസിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഗവൺമെൻറ് ആണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് വലിയ റിസ്ക് അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഫിക്സഡ് റേറ്റിന് ഗവൺമെൻറ് അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നു. സോ ഒരു ഫാം നല്ലൊരു സർപ്ലസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത്തരത്തിലാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, കോപ്പറേറ്റീവ് ഫാംസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ജർമ്മനി വേൾഡ് വാറിന് ശേഷം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതിൽ ഒരു പാർട്ടാണ് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു കോപ്പറേറ്റീവ് ഫാംസ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഫാംസ് അത് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ്, ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഗവൺമെന്റ് അവരെന്ത് ചെയ്തു, വലിയ വലിയ ലാൻഡ് ഓണേഴ്സിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് സാധാരണ കർഷകർക്ക് നൽകി. ആ കർഷകർ അവരുടെയൊക്കെ ഭൂമി ദേ പുള്ളിങ് ടുഗെദർ ആൻഡ് അവിടെ അവരെന്ത് തുടങ്ങി, കോപ്പറേറ്റീവ് ഫാംസിന് രൂപം കൊടുത്തു. 1972 ഒരു കണക്ക് വെച്ചു 714 ഹെക്ടേഴ്സ് ആയിരുന്നു അതിൻ്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത്. ദെൻ അവർ ജോയിന്റ് ആയിട്ട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തു, പെസ്റ്റ് കൺട്രോൾ മെക്കാനിസംസ് എല്ലാം ജോയിന്റ്ലി യൂസ് ചെയ്തു. ദെൻ ചില ഫാംസ് അല്ലെങ്കിൽ ചില കർഷകർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്തു. അവിടുത്തെ മെമ്പർഷിപ്പ് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു. ആർക്ക് വേണമെങ്കിൽ ആ ഒരു അസോസിയേഷനിൽ ജോയിൻ ചെയ്യാം, അവിടെ വർക്ക് ചെയ്യാം, മന്ത്ലി വേജസ് വാങ്ങാം, അതിന് പുറമെ ബോണസും കിട്ടിക്കൊണ്ടിരുന്നു. ദെൻ ഗവൺമെന്റ് ആണ് അവിടുത്തെ പ്രൊഡക്റ്റുകൾ ഏറ്റെടുത്തിരുന്നത്. അവരൊരു ഫിക്സഡ് റേറ്റിന് അവിടുത്തെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിരുന്നു. യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡോക്ടർ ഹേഴ്സ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. റൈഫൈസൻ ഓർഗനൈസേഷനിലെ ഫെല്ലോ വർക്കറായിട്ടുള്ള അദ്ദേഹം അവിടുന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു ന്യൂ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ബാങ്കിങ്ങിനും ട്രേഡിങ്ങിനും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒന്നായിരുന്നു.
പിന്നീട് നമ്മൾ പറഞ്ഞത് വേൾഡ് വാർ, ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. 1914 ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട് ചെയ്തു. ദെൻ 1939 സെക്കൻഡ് വൺ വന്നു. ദെൻ അത് എൻഡ് ചെയ്തത് 1945 അത് സാരമായി തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളെ ബാധിച്ചു എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം രണ്ടായിട്ട് ജർമ്മനി ഡിവൈഡ് ചെയ്തു. ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും അതുപോലെ തന്നെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ഇതില് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അവിടെ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് അതിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. അതിൽ കോപ്പറേറ്റീവ് ഫാംസ് എന്താന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതും അതിൻ്റെ റിലേറ്റഡ് ടോപ്പിക്സും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഓക്കെ, സോ നോട്ട്സുകൾ എഴുതിയെടുക്കുക, ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.